മൈത്രിയുടെ സാമൂഹ്യ പാഠങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഏറ്റവും ആപ്റ്റായ സമയത്താണ് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. സത്യത്തിൽ നമ്മുടെ ഇടയിൽ മൈത്രി നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ നിരന്തരം ഉപയോഗിക്കുന്ന വ്യക്തിയെ നിലയ്ക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് കേരളത്തിൻ്റെ ഒരു പ്രധാന ചർച്ച എന്ന് പറയുന്നത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ NSS നേതാവും തമ്മിൽ മൈത്രി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചാണ്. സത്യത്തിൽ 2 സമുദായങ്ങൾ തമ്മിൽ മൈത്രി ഉണ്ടാക്കുന്നത് വലിയ നല്ലൊരു കാര്യമായിട്ടാണ് വ്യക്തിയെ നിലയ്ക്ക് ഞാൻ കാണുന്നത്. 2 സമുദായങ്ങളും കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ്. ജാതിയുടെ ഏറ്റവും പ്രശ്നങ്ങൾ കേരളത്തിൽ അനുഭവിച്ചൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. ജാതി വ്യവസ്ഥയുടെ നേരിട്ടുള്ള ദുരനുഭവങ്ങൾ അനുഭവിച്ചൊരു കമ്മ്യൂണിറ്റി എന്ന് നായർ കമ്മ്യൂണിറ്റിയാണ്. PK ബാലകൃഷ്ണൻ എഴുതുന്നുണ്ട്, നമ്പൂതിരിയുടെ മുന്നിൽ നിൽക്കുന്ന നായർക്ക് ഞാനില്ല അടിയനേ ഉള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ കണ്ണൂരിലും തലശ്ശേരിയിലും സംഭവിച്ച കഥയായി വരുന്ന ഇന്ദുലേഖ വായിച്ചാൽ അറിയാം എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഒരു ബ്രാഹ്മണിസത്തിന്റെ കീഴിൽ അടിമത്തപ്പെട്ടതെന്നാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും അധികാരം ഉണ്ടായിരുന്നില്ല മറ്റൊരു കമ്മ്യൂണിറ്റിയും തമ്മിൽ ഐക്യപ്പെടുന്നത്, മൈത്രിയിൽ ഏർപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു 15 പേര് വന്നുകൂടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ കളിക്കുന്ന കളിയാണ് മങ്കി കളി എന്നൊരു കളിയാണ്. നിങ്ങൾക്കറിയാം, ഉള്ളവർ വട്ടം കൂടിയിട്ട് ഒരാളെ പുറത്താക്കിയിട്ട് അവനടുത്തേക്ക് വരും, ആ പന്ത് അങ്ങോട്ട് അടിച്ചിട്ട് കൊടുത്തിട്ട് അവൻ എന്നേക്കുമായി പുറത്താക്കി നിർത്തുന്നൊരു കളിയുടെ പേരാണ് മങ്കി കളി. ഈ ഐക്യത്തിനിടയിൽ ഈ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ അവർ സംസാരിച്ചത് മലപ്പുറം വലിയ മുസ്ലിം ലീഗിന്റെ നേതാവ് സംസാരിച്ചത് മലപ്പുറം മഹാദുരന്തമാണെന്ന ഒരു പ്രസ്താവനയുടെ പുറത്താണ് ഈ ചർച്ചകളെല്ലാം ഉണ്ടായത്. പക്ഷേ ഈ ചർച്ചകൾ വേറൊരർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു നവോത്ഥാനത്തിന്റെ തുടർച്ചയുള്ള ബഹുസ്വരതയുടെ സഹവർത്തിത്വം അംഗീകരിക്കുന്ന മനുഷ്യന്മാരുള്ള ഒരു നാട്ടിൽ അത് വേറെ തരത്തിലേക്ക് അത് വഴിമാറിപ്പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഭീകരമായ തെറി ഉണർത്തിയ ഒരു സംഭവം, സണ്ണി എം കവിക്കാട് വൈക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥിയാവുന്നു കേട്ടോടി തെറി എന്നൊക്കെ പറഞ്ഞല്ലേ, തെറി എന്നൊക്കെ വെറുതെ തെറിയൊന്നുമല്ല. ആ മനുഷ്യനെ വലിയ പണ്ഡിതനായൊരു മനുഷ്യൻ, മഹാരാജ് കോളേജിൽ ഫിലോസഫിക്ക് 1ാം റാങ്ക് വാങ്ങിയ മനുഷ്യൻ, MG യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് വാങ്ങിയ മനുഷ്യൻ, കേരളത്തിൽ ഏറ്റവും മനോഹരമായ സംസാരിക്കുന്ന ജനാധിപത്യ അംബേദ്കറെ കുറിച്ചും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും അയ്യങ്കാളിയെ കുറിച്ചും ഗഹനമായി സംസാരിക്കുന്ന വലിയൊരു വാഗ്മിയായ മനുഷ്യനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് തെറി എന്ന് പറഞ്ഞ പച്ചത്തെറി, നിങ്ങൾ ആ സോഷ്യൽ മീഡിയ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രത്യക്ഷത്തിൽ പുറത്തു നിർത്തുകയും ദളിത് കമ്മ്യൂണിറ്റിയെ പ്രത്യക്ഷത്തിൽ അല്ലാതെ വേറൊരു തരത്തിൽ പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് ഇതിന്റെ മാറി നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും കേരളം ഈ നമ്മൾ വിചാരിച്ച പോലെ അത്ര നമ്മൾ ആ നവോത്ഥാനത്തിന്റെ തുടർച്ചയിൽ ഉണ്ടായി വന്ന തരത്തിലല്ല ചലിക്കുന്നതെന്ന് കഴിഞ്ഞ ഒരു 3-4 മാസക്കാലത്തെ സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേക പ്രൊഫൈലുകളിൽ നിന്നുള്ള വാർത്തകളും അവിടുത്തെ പ്രതികരണങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. തീർച്ചയായും അത്തരത്തിലൊരു അപകടത്തിന്റെ സാധ്യത ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാ ജനാധിപത്യവാദികളും മതേതരവാദികളും മനസ്സിലാക്കുക ഒരു ദുരന്തത്തിന്റെ സാധ്യത എവിടെയൊക്കെയോ തളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതിനെതിരെ പ്രതിഷേധം തീർക്കുന്ന വലിയ ഒരു ജനസമൂഹം തീർച്ചയായും നമ്മുടെ എല്ലാം ഇടയിലുണ്ട്. അത് ജാതി മത ഭേദമന്യേ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ സാംസ്കാരികത സംബന്ധിച്ച്, മനുഷ്യത്വം സംബന്ധിച്ച് ഒരു ഹൈറാർക്കിയുള്ള കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റിയിലുള്ള നിരവധി എഴുത്തുകാർ ആദ്യകാലങ്ങളിൽ ഉറൂബിന്റെ, നിങ്ങളുടെ ഇവിടുത്തെ ഉറൂബിന്റെ നോവലുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ മലബാറിലെ മാപ്പിള ഹൈന്ദവ ഐക്യത്തെ സംബന്ധിക്കുന്ന വലിയ പ്രമേയങ്ങളാണ് ഉറൂബിൻ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ്
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്ത് ഉണ്ടായി വരുന്നത്. ഞാനിത് ഈ സാഹിത്യകൃതികളെ കുറിച്ച് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കിപ്പോൾ KS മാധവൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട, മനുഷ്യന്മാർ തമ്മിൽ അങ്ങനെ വലിയ മൈത്രിയൊന്നും ജന്മസിദ്ധമായിട്ടുള്ള ഒരു ജനിസൊന്നുമല്ല. അത് ഗോത്രാവസ്ഥയിൽ പരസ്പരം ഒരു ഗോത്രത്തിന് വേണ്ടി മറ്റു ഗോത്രമായി വെട്ടി കൊന്നു കൊലവിളിച്ച് ജീവിച്ച വ്യത്യസ്ത ഗോത്രങ്ങൾ ആധുനികതയിലോ അതിനുശേഷമോ ഉണ്ടാക്കിയെടുത്ത ഒരു കൃത്രിമ കാര്യം കൂടിയാണ് മൈത്രിയും സ്നേഹവും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഉണ്ടായി വരുന്ന ഒരു മൈത്രിയുടെ കാലം, മനുഷ്യൻ സമൂഹമായി ജീവിക്കുന്ന ഒരു കാലം, ആ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായി വരുന്ന സാഹിത്യകൃതികളിൽ ഒന്നും തന്നെ മൈത്രിയെ സംബന്ധിക്കുന്ന വലിയ ഭാവനകളൊന്നുമില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന്. രാമാദികളുടെ കാലത്താണ് ഞാൻ സന്യാസി ആവില്ല എന്ന് പറയുന്നത്. അപ്പോൾ രാമായണത്തെ മഹത്വവൽക്കരിക്കുന്ന എഴുത്തച്ഛൻ്റെ കൃതികളിൽ നമ്മൾ കാണുന്നത് ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ എന്നുള്ള. അപ്പോൾ അവിടെ ഒരിക്കലും ഗുരുദേവനെ പോലുള്ള ഒരാൾക്ക് സന്യാസിയാവാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായ ചർച്ചകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകം പോലുള്ള വലിയൊരു കൃതി എഴുതുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, അരുളില്ല എങ്കിൽ അസ്ഥിതോൽ സിര നാറുന്നൊരുടമ്പുതാനവൻ എന്നാണ്. അതായത് കരുണയില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അസ്ഥിയും തോലും സിരയും ഒക്കെ ഉള്ള നാറുന്ന ചീഞ്ഞളിയുന്നൊരു ശരീരം മാത്രമാണ്. ഇരുളിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാമെന്നാണ് എഴുതുന്നത്. അതായത് മരുവിൽ പ്രവഹിക്കുന്ന അമ്പു മരുഭൂമിയിൽ വീഴുന്ന ജലം പോലെ, നദി പോലെ ഇത് നിഷ്ഫലമായി പോകും മനുഷ്യർ എന്ന് ഗുരുദേവൻ പറയുന്നത്, കരുണയില്ലാത്ത മനുഷ്യരെ തൻ്റെ വല്ല വർക്കലയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തി പോലുള്ള പ്രദേശത്ത് അതിതീക്ഷ്ണമായ, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഭീകരമായ ജാതി പ്രാക്ടീസ് ചെയ്ത തിരുവിതാംകൂർ ജീവിച്ചുകൊണ്ട് ഗുരു എഴുതുന്നുണ്ട്. സത്യത്തിലെ ഗുരുവിൻ്റെ ഒരു ദർശനമായിട്ടാണ് നമ്മൾ ഈ മൈത്രിയെയും കരുണയെയും ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. തീർച്ചയായും ഭയങ്കര പോസിറ്റീവായ ഒരു കാര്യമാണ്. പക്ഷേ ബുദ്ധൻ വളരെ മുമ്പ് തന്നെ മൈത്രിയെ സംബന്ധിക്കുന്ന വലിയ സങ്കല്പങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന വളരെ രസകരമായൊരു കാര്യം, ഈ അയൽവക്കത്തോട് വഴക്കുണ്ടായാൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ വഴക്കുണ്ടാക്കിയാൽ എനിക്ക് എൻ്റെ പ്രശ്നമാണ് അത്. അതായത് ഞാൻ ഒരാളുമായി സംഘർഷത്തിലാണെങ്കിൽ എൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചാൽ പ്രധാനമന്ത്രി കിടന്നുറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി യുദ്ധ വകുപ്പ് മന്ത്രികൾക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പൊ അത് അയൽപക്കം അല്ലെങ്കിൽ മറുപക്ഷം ശത്രുപക്ഷമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാളെ തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എതിരാളിയെ മാത്രമല്ല അയാളെ കൂടി ബാധിക്കുന്നതാണെന്നും, അത് എല്ലാ മനുഷ്യരോടും, ഇപ്പം ഒരു അമ്മയ്ക്ക് മകനോട് വാത്സല്യം തോന്നും, ഒരു കൂട്ടുകാരന് മറ്റൊരു കൂട്ടുകാരോട് വാത്സല്യം, അച്ഛന് മകനോട് വാത്സല്യം, അത് സ്വാഭാവികമാണ്. മറിച്ച് ഇതൊന്നും അല്ലാതെ, ഒരു ഉപാധികളുമില്ലാതെ വേറൊരു ആളോ ഒരു അപരനോട് നിങ്ങൾക്ക് കരുണ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമോ? ഇത് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ മറ്റൊന്നും ആവശ്യമില്ല എന്ന തരത്തിലുള്ള കരുണയുടെ മൈത്രിയുടെ വലിയ സന്ദേശമാണ് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിതയായിട്ട് മുന്നോട്ട് വെച്ചത്. അതിനെയാണ് ഡോക്ടർ BR അംബേദ്കർ പിന്നീട് സാഹോദര്യം എന്ന് പറയുന്ന സങ്കല്പമായി വികസിപ്പിക്കുന്നത്. ബുദ്ധൻ മുന്നോട്ട് വെച്ച, KS മാധവനെ സൂചിപ്പിച്ചു, ബുദ്ധൻ മുന്നോട്ട് വെച്ച ഈ സങ്കല്പത്തെയാണ് പിന്നീട് ഭരണഘടന നിർമ്മാണത്തിന് പോലും സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം, ഫ്രട്ടേണിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യ പോലുള്ള ഈ ബഹുസ്വര സമൂഹത്തിൽ ആകെ നിലനിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു സങ്കല്പം എന്ന് പറയുന്നത് മതങ്ങൾക്കും ജാതിക്കും പ്രദേശങ്ങൾക്കും അപ്പുറമുള്ള മനുഷ്യരെ, ലോകത്തിനപ്പുറമുള്ള, നെരൂദയൊക്കെ പറയുന്ന പോലെ ലോകത്ത് കാണാത്ത മനുഷ്യരോട് പോലും സാഹോദര്യം പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഒരു തുറവി സംബന്ധിക്കുന്ന ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ അത്തരം ചർച്ചകളാണ് ഇതുപോലുള്ള മീറ്റിങ്ങുകൾ വഴി നമുക്ക് നടക്കുന്നത്. ഇത് ബഷീർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആധുനികതയ്ക്ക് മുമ്പുള്ള നിയോ ക്ലാസിസിനും ക്ലാസിസൊക്കെ കഥകളൊന്നും സമത്വത്വത്തിനും പ്രദാനം ചെയ്യുന്നില്ല. ആധുനികതയ്ക്ക് ശേഷമാണ് സമത്വം സംബന്ധിക്കുന്ന സാഹിത്യകൃതികൾ ഉണ്ടാവുന്നത്. ഉറൂബിൻ്റെ കാര്യം പറഞ്ഞു. ബഷീറിൻ്റെ കൃതിയിലേക്ക് വരുമ്പോഴേക്കും ബഷീർ വളരെ രസകരമായി പറഞ്ഞു വെച്ച ഒരു സങ്കല്പത്തെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നു മാത്രം. അദ്ദേഹം പറയുന്നത്, മജീദ് ഒരിക്കലും
ഒന്നും എത്രയാണടാ എന്ന ചോദ്യത്തിന് രണ്ടാണെന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഒന്നും ഉമ്മണി ബല്ലി ഒന്നാണ് സാർ എന്ന് പറയുന്നു. സുഹ്റ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒന്നും രണ്ടാണെന്ന് അറിയാമല്ലോ, നീ എന്തുകൊണ്ട് പിന്നെ ഒന്നും രണ്ടാണെന്ന് പറയുന്നില്ല? അതിന് ബഷീറിന്റെ ഭാവന അതിമനോഹരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ബഷീർ തലയോലപ്പറമ്പുകാരനാണ്. അവിടുന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വൈക്കത്ത് ചേരുന്ന ആ പുഴയെ ഇവിടെ തലയോലപ്പറമ്പിന് അപ്പുറമുള്ള ഒരു കുന്നിൻ ചരിവിൽ നിന്ന് നോക്കിയാൽ ഇപ്പോഴും നമുക്ക് അങ്ങനെ കാണാം. അദ്ദേഹം പറയുന്നത്, കുന്നിൻ മുകളിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ രണ്ട് ചെറിയ പുഴകൾ ഒഴുകി വരുന്നത് കാണാം. ഈ രണ്ട് ചെറിയ പുഴകൾ ഒന്നു ചേർന്ന് വലിയൊരു പുഴയായി ഒഴുകുന്നത് പോലെ രണ്ട് ചെറിയ പുഴകൾ ചേർന്നാൽ വലിയൊരു പുഴയായി മാറും എന്നതുപോലെ രണ്ട് ഒന്നുകൾ കൂടിച്ചേരുമ്പോൾ ഉമ്മണി വലിയ ഒന്നായി മാറും. ഈ ചർച്ചകൾ പിന്നീട് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ബഷീർ പറയുന്നത്, ഈ ഒരു പുഴ ഇസ്ലാം മതവും മറുപുഴ ഹിന്ദു മതവുമാണ്. ഈ രണ്ട് പുഴകൾ ചേരുമ്പോൾ ഒരിക്കലും അത് രണ്ടാവരുത്, ഒന്ന് തന്നെ ആകണം എന്ന് പറയുന്ന ഒരു മഹത്തായ സങ്കല്പത്തെ ബഷീർ കഥകളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നീടുണ്ടാവുന്ന അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ തന്നെ കേശവൻ നായരെയും സാറാമ്മയും ചേർത്ത് നിർത്തുമ്പോൾ KEN എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന പോലെ സാറാമ്മ കാപ്പി കുടിച്ചാലും കേശവൻ നായർ ചായ കുടിച്ചാലും അവർക്ക് ഒരുമിച്ച് വീട്ടിൽ ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ആധുനികതയ്ക്ക് ശേഷം ഉണ്ടായ കൃതികളിലെല്ലാം ഇത്തരം കല്യാണങ്ങളെ നമുക്ക് കാണാൻ കഴിയും. കുമാരനാശാനാണ് ഏറ്റവും സാഹസികമായ കല്യാണം നടത്തിയത്. ചാത്തനെയും സാവിത്രി അന്തർജനത്തെയും ചേർത്ത് കല്യാണം നടത്തി. ഒരുപക്ഷെ അക്കാലത്ത് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ശൃംഗാരം നിലനിൽക്കില്ലെന്ന് വലിയ നിരൂപകരൊക്കെ പറഞ്ഞതാണ്. ചാത്തനെയും സാവിത്രി അന്തർജനത്തെയും ഒരു വീട്ടിൽ വലിയ പ്രണയാതുരായി കൂടി നിർത്തുന്ന കവിതയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. അതിലാ കൂട്ടിച്ചേർത്തൽ നിൽക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ഈ കണ്ണൂരിലുള്ള അല്ലെങ്കിൽ ഇവിടെ തലശ്ശേരി കേന്ദ്രീകരിച്ച് പോത്തേരി കുഞ്ഞമ്പ് എഴുതിയ സരസ്വതി വിജയത്തിൽ അക്കാലത്ത് തന്നെ മരത്തൻ എന്ന് പറയുന്ന ഒരു പുലയനായ പാട്ടുകാരനെയും മരുതനെയും സരസ്വതി എന്ന് പറയുന്ന ഒരു നമ്പൂതിരി സ്ത്രീയെയും കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അവർ വിവാഹം കൊണ്ട് ഇണങ്ങിച്ചേർന്ന് സഹോദരരായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ മരത്തനെ തകർക്കാൻ നിൽക്കുന്ന ആ ചുറ്റുപാടുകളിൽ അവർക്കൊപ്പം നിന്നത് തലശ്ശേരിയിലെയും കണ്ണൂരിലെയും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെന്ന് ഈ പോത്തേരി കുഞ്ഞമ്പു പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ആരും ഇത്തരം കൃതികളൊക്കെ നമ്മൾ കാണാതെ പോയി. പക്ഷെ നമ്മൾ ആഘോഷിച്ചത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖയിൽ സ്വവർഗ ഒരേ ജാതിക്കാർ തമ്മിൽ കല്യാണം കഴിക്കുന്നതാണ് മഹത്വം എന്ന് പറയുന്നു. ആ നോവലിലേക്ക് തലശ്ശേരിയിലെയും കണ്ണൂരിലെയും പ്രബല കമ്മ്യൂണിറ്റിയാണ് തീയര്. ഒരു വഴിപോക്കരായിട്ട് പോലും ഇന്ദുലേഖയിൽ ഈ തീയർ കമ്മ്യൂണിറ്റി കടന്നു പോലും വരുന്നില്ല. അന്ന് വലിയ സാഹിത്യ ലോകത്ത് ചർച്ചയായതാണ്. അപ്പൊ സാഹോദര്യം പ്രഖ്യാപിക്കുന്ന കൃതികളും എഴുത്തുകളും മനുഷ്യരും പുറന്തള്ളപ്പെടുകയും സാഹോദര്യത്തിനപ്പുറം ശുദ്ധിവാദം ഉന്നയിക്കുന്ന കൃതികളും മനുഷ്യരും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. അതിനെതിരെ നമ്മുടെ ചർച്ചകൾ ഉണരട്ടെ. ഏതായാലും ഈ പരിപാടിക്ക് ക്ഷണിച്ച സഹോദരങ്ങൾ നന്ദി പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം.